കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. പൗരത്വ നിയമ ഭേദഗതിയിൽ തുടങ്ങി പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം വരെ എത്തി നിൽക്കുകയാണ് പ്രചാരണ വിഷയങ്ങൾ. കൊടുംചൂടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം പലവിധ രാഷ്ട്രീയ ആരോപണങ്ങളാൽ കത്തിക്കയറി. പരസ്യപ്രചരണം നാളെ അവസാനിക്കുമെങ്കിലും ജയമുറപ്പിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങൾ തുടരും. 26-ന് പോളിംഗ് ബൂത്തിലെത്തും വരെ മൂന്ന് മുന്നണികളും പ്രതീക്ഷയോടെ പോരാടും. 2020 ഇത്തവണ സാധ്യമാക്കുമെന്ന അവകാശവാദത്തിലാണ് UDF. വീണ് കിട്ടിയ വിഷയങ്ങൾ അനുകൂലമായെന്നും 2019 നാണക്കേട് ഇക്കുറി ആവർത്തിക്കില്ലെന്ന ഇടത് ക്യാമ്പും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. മോദി പ്രഭാവം കേരളത്തിൽ ചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കേരളത്തിലെ പ്രചരണ വിഷയങ്ങളിൽ പ്രധാനം പൗരത്വ നിയമ ഭേദഗതിയാണെന്ന് വ്യക്തമായിരുന്നു. ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്ന CAA ഉയർത്തി തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ടു പോകുന്നത്. ഇതിൽ കോൺഗ്രസിന് അയഞ്ഞ നിലപാടാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരായ കേസുകൾ പിൻവലിക്കാത്തത് ഉയർത്തിയായിരുന്നു UDF പ്രതിരോധം. മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയും മാസപ്പടിയും വടകരയിലെ സൈബർ ആക്രമണങ്ങളും കരിവന്നൂരും അയോധ്യയുമെല്ലാം പ്രചരണഘട്ടത്തിൽ വന്നുപോയി. ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് പോരായി. ED എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് അടക്കമുള്ളവരിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന രാഹുലിന്റെ ചോദ്യത്തിന് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്നത് ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പിണറായി മോദിക്കെതിരെ പറയുന്നില്ലെന്നായിരുന്നു പിന്നീട് പ്രചരണം. അതിന് പിന്നാലെ മോദിയെയും രാഹുലിനെയും ഒരുപോലെ വിമർശിച്ച് മുഖ്യമന്ത്രി കളം പിടിച്ചു. ഒടുവിൽ പതിവ് പോലെ നടത്താറുള്ള പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിലെത്തി നിൽക്കുകയാണ് പ്രചാരണ വിഷയങ്ങൾ. 24 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, നീണ്ട നാളത്തെ പ്രചാരണം, അതിൽ ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞു. തുടക്കത്തിൽ CAA ആയിരുന്നെങ്കിൽ ഒടുക്കം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിലുള്ള പ്രതികരണങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ മുന്നണികൾ തമ്മിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ നിൽക്കുന്ന CPM-ഉം കോൺഗ്രസും പരസ്പരം വാക്പോരിൽ ഏർപ്പെടുന്നത് പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക്പോരും ഒക്കെ കണ്ടുപോയതാണ്. ഏറ്റവും ഒടുക്കം അവസാനം ഈ വോട്ടർമാരുടെ നിർണായകമായി സ്വാധീനിക്കുന്ന അവസാന മണിക്കൂറുകളാണ് ഇനി വരാനിരിക്കുന്നത്. പ്രചാരണ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? പ്രചാരണത്തിൽ കേരളത്തിലുള്ള ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? ഗൂഗിൾ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിലും പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് കടന്നിരിക്കുന്നു. ഓരോ പാർട്ടികളും ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളുമെല്ലാം തന്നെ പ്രചരണത്തിന്റെ ഒരു ആവേശത്തിലേക്ക്, അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. ഇതിലേറ്റവും പ്രധാനം ഇത്തരത്തിൽ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കുക, ഓരോ സീറ്റും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഒക്കെ ഒരു തീരുമാനം. അതിനുവേണ്ടി വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് ഒക്കെ അവർ ഈ പ്രചരണത്തിന്റെ ഭാഗമായി കടന്നിരിക്കുന്നു. വിട്ടുപോയ കേന്ദ്രങ്ങളിലേക്ക്, എത്താൻ പറ്റാതിരുന്ന കേന്ദ്രങ്ങളിലേക്ക് എത്തുക, അതോടൊപ്പം തന്നെ സംശയമുള്ളിടത്ത് വീണ്ടും എത്തുക, വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി ഓരോ പ്രചരണ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ ഓരോ കവലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടർമാരെ പരമാവധി നേരിൽ കാണുക, ഇങ്ങനെ വോട്ട് തങ്ങളുടേതാക്കി മാറ്റുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം ഈ മണിക്കൂറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രചരണ പരിപാടികളും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗൂഗിൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി പ്രചരണ വിഷയങ്ങൾ വന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ഇത്. പൗരത്വ നിയമ ഭേദഗതിയിൽ തുടങ്ങി ഇങ്ങനെ അറ്റം വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ വരെ, കള്ളവോട്ട്, ഇരട്ട വോട്ട്, അതോടൊപ്പം തന്നെ വോട്ട് നൽകുന്നതിന് പണം നൽകുന്നു തുടങ്ങിയ ആരോപണങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുന്നു. പ്രാദേശികമായ വിഷയങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഉയർന്നു വരികയും ഒക്കെ ചെയ്തു. ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 2019 കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അത് നാണക്കേട് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന വികസനത്തെയും അതോടൊപ്പം തന്നെ പൗരത്വ നിയമ ഭേദഗതിയും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പരമാവധി സീറ്റുകൾ പിടിക്കുക, സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ സീറ്റുകളുടെ എണ്ണം കൂട്ടുക, പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മറിച്ച് UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ പരമാവധി സീറ്റുകൾ നേരത്തെ 19 സീറ്റായിരുന്നു, അത് 20 ഉയർത്തുക, കേരളത്തിൽ നിന്ന് പൂർണ്ണമായും ഒരു ആധിപത്യത്തിലേക്ക് UDF വരിക, അങ്ങനെ ഇന്ത്യ
സഖ്യത്തെ അധികാരത്തിലെത്തിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൽ കേരളവും അതിന്റെ പൂർണ്ണ പങ്ക് വഹിക്കുക എന്നുള്ളത് തന്നെയാണ് UDF ഉദ്ദേശിക്കുന്നത്. എന്നാൽ BJP ആകട്ടെ നിരവധി പ്രമുഖർ, അതുപോലെ 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ പ്രഭാവം, മോദി ഇഫക്റ്റ്, മോദി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൽ വികസനം ഉണ്ടാകണമെങ്കിൽ ഇവർ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് BJP ഈ ക്യാമ്പയിൻ നടത്തുന്നത്. സ്വാഭാവികമായും ഈ 3 മുന്നണികളും ഇത്തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ ജയസാധ്യത അല്ലെങ്കിൽ ഈ വിജയസാധ്യത എന്നൊക്കെ പറയുന്നത് ഗൂഗിൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 2 ദിവസത്തെ ജനങ്ങളുടെ മനസ്സ് എന്താണോ അവർ തീരുമാനിക്കുന്ന എന്താണോ അതനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും ദിവസത്തെ പ്രചരണങ്ങളെക്കാളൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഈ വരും ദിവസങ്ങളിലുള്ള 2 ദിവസങ്ങളിലുള്ള പ്രചരണത്തിന് തന്നെയായിരിക്കും ഗൂഗിൾ. ശ്രീ ഗിരീഷ്, ഏതായാലും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കളനിറയുന്ന പ്രചാരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാന മണിക്കൂറുകളാണ്, വോട്ടർമാർ തീരുമാനമെടുക്കാൻ പോകുന്ന നിർണായകമായ മണിക്കൂറുകളാണ്. ഒട്ടുമിക്ക അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ വോട്ടാർക്ക് എന്ന് നിശ്ചയിക്കാൻ പോകുന്ന മണിക്കൂറുകളാണ്. അപ്പോൾ പ്രചരണത്തിൻ്റെ ചൂടും ആവേശവും അവരുടെ തന്ത്രങ്ങളുമൊക്കെ അത്തരത്തിൽ കൂടുതൽ സജീവമാകുന്ന, കൂടുതൽ ഊർജിതമാകുന്ന സമയങ്ങൾ കൂടിയാണ്. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെയുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണത്തിൻ്റെ വിഷയങ്ങളെപ്പറ്റിയും ഇപ്പോഴത്തെ മുന്നണികളുടെയും പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ നീക്കങ്ങളെയും തന്ത്രങ്ങളെയും പറ്റി വിശദമായി പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.